നമസ്കാരം. ശനിമാറ്റം 2025 മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി ശനി രാശി മാറുകയാണ്. ഈ രാശിമാറ്റത്തിൽ അനിഴം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ദോഷഫലങ്ങളും ഗുണഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനി തൻ്റെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനി 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദോഷങ്ങളൊന്നും അധികം ഭവിക്കുന്നില്ല. നിങ്ങൾക്ക് മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ചെറിയ രീതിയിലുള്ള ശനിദോഷം ഭവിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള 2.5 വർഷ കാലഘട്ടം. എന്നിരുന്നാലും നിങ്ങൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനീശ്വര ദേവനെയോ അയ്യപ്പനെയോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങളും അതുപോലെ ഭാഗ്യങ്ങളും വന്നു ചേരും. പലരും പറയാറുണ്ട് ശനി മാറ്റ സമയത്ത് രാജയോഗവും ഭാഗ്യങ്ങളും അനുഭവിക്കുന്ന നക്ഷത്രങ്ങളെന്ന്. വലിയ രീതിയിൽ അങ്ങനെ രാജയോഗങ്ങളൊന്നും വരില്ല. എന്നാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും നമുക്കൊരു മാറ്റമുണ്ടാകും. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചായിരിക്കും നിങ്ങൾ കഴിഞ്ഞ 2.5 വർഷ കാലഘട്ടം ഇവിടം വരെ എത്തിയത്. എന്നാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള 2.5 വർഷ കാലഘട്ടം ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാകുകയും വിജയമുണ്ടാകുകയും നേട്ടമുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു 2 വർഷ കാലഘട്ടമായിരിക്കും ഇനിയുള്ളത്. അപ്പോൾ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ അനുഭവിച്ചായിരിക്കും നിങ്ങൾ ഈ ഒരു ശനിദോഷത്തിൽ നിന്നും നീന്തി കരകയറി സന്തോഷകരമായ ഒരു 2.5 വർഷ കാലഘട്ടത്തിലോട്ട് കടക്കുവാൻ പോകുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്ന ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും ദോഷങ്ങൾ മാറുകയും ചെയ്യുന്ന 2.5 വർഷമായിരിക്കും. കുടുംബജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറ്റിവയ്ക്കുവാനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ശനിമാറ്റം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഈ ഒരു കാലഘട്ടങ്ങളിൽ കടബാധ്യത, കുടുംബത്തിന് വേണ്ടി ബാധ്യത നിങ്ങൾ വരുത്തി വെച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം തീർക്കുവാനും നിങ്ങൾക്ക് മനസ്സമാധാനം, അതായത് സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ കാലഘട്ടങ്ങൾ സാധിക്കും. നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോൾ വളരെ നല്ല സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം സ്വന്തമാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ യാത്രകൾ ഒരുപാട് ചെയ്യുവാൻ സാധിക്കുന്ന വർഷമായിരിക്കും ഇനി വരുന്നത്. യാത്രയിലൂടെ വിജയങ്ങളും നേട്ടങ്ങളും അംഗീകാരങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു 2.5 വർഷ കാലഘട്ടമായിരിക്കും. 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി രാശി മാറുമ്പോൾ മൂലം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരവും എന്താണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം കണ്ടക ശനി ദോഷമാണ്. കണ്ടക ശനി ദോഷം എന്ന് പറയുമ്പോൾ ശനി നിൽക്കുന്നത് ജന്മരാശിയുടെ 4-ാമത്തെ രാശിയിലാണ്. അങ്ങനെ വരുമ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് ഗ്രഹസംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടും. അതായത് വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, വീടിന് വേണ്ടി ധനം ചിലവാക്കുന്ന ഒരവസ്ഥ, വീട്ടു സാധനങ്ങൾ കേടുവരുന്നു, നമ്മൾ വീണ്ടും വാങ്ങിക്കുന്നു, ചിലവുകൾ വർദ്ധിക്കുന്നു, വീട്ടിനുള്ളിൽ മനസ്സമാധാനമില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ, സന്തോഷമില്ല. നിങ്ങൾ വീട് വയ്ക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങളുണ്ടാകുന്നു, വീട് മാറേണ്ട അവസ്ഥ എന്നിങ്ങനെയുള്ള ചെറിയ രീതിയിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കണ്ടകശനി ദോഷത്തിൽ
4-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഗ്രഹസംബന്ധമായിട്ടുള്ള ദോഷം, വീട്ടിനുള്ളിൽ സന്തോഷകരമായി കഴിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും മാറി അഭിപ്രായ വ്യത്യാസത്തിലോട്ട് പോകുന്നു. രോഗാവസ്ഥ, വീട്ടിൽ സുഖമില്ലാത്ത ആരെങ്കിലും വ്യക്തികളുണ്ട്, വയസ്സായ വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖം കൂടുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ നക്ഷത്രക്കാർ, മൂലനക്ഷത്രക്കാർ ഈ ദോഷം ബാധിക്കുന്നതിനാൽ അയ്യപ്പസ്വാമിയെ അഭയം പ്രാപിക്കുക. ശനീശ്വര ദേവനായ അയ്യപ്പസ്വാമിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, പൂജിക്കുക, സ്വാമിയുടെ നാമങ്ങൾ ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് ശാസ്താക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥനയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ശനിദോഷത്തിൽ നിന്നും ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും.